ഹായ് ഹലോ വെൽക്കം ടു ഹേയ് ബേബി. ഇത്തവണ ഹേയ് ബേബിയുടെ സ്റ്റുഡിയോയിൽ വന്നത് ഒരു 4 ഇയറിൻ്റെ ഫോട്ടോഷൂട്ടാണ്. ആള് കുഞ്ഞു കുട്ടിയല്ല, കുറച്ച് വലിയ ആളാണ്. അതുകൊണ്ട് തന്നെ ആൾ ഇങ്ങോട്ട് പറഞ്ഞത് നമ്മുടെ അടുത്ത് ബട്ടർഫ്ലൈ തീമാണ്. സോ നമ്മളൊരു സ്വിങ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ഡ്രീമി ലുക്ക് തരുന്ന ഒരു ബട്ടർഫ്ലൈ തീമാണ് അറേഞ്ച് ചെയ്തത്. ബേബീനെ മേക്കപ്പ് ചെയ്തതും അവരെ ഡ്രസ്സ് ചെയ്യിച്ചതും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചെറിയ ക്രൗണൊക്കെ വെച്ച് ശരിക്കും ഒരു ലിറ്റിൽ ബട്ടർഫ്ലൈ കണ്ടില്ലേ. ആള് ഫ്ലൈ ചെയ്ത് തുടങ്ങി നമ്മുടെ സ്റ്റുഡിയോൻ്റെ ഫ്ലോറിലേക്ക് എത്തിയപ്പോഴത്തേനും. അങ്ങനെ ആ ഷൂട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഈ ഷൂട്ടിന് ആക്ച്വലി നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഡ്രോപ്പോ മാത്രമല്ല കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഇത്തവണ നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈൻ്റെ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം കുറച്ച് പേപ്പർ ക്രാഫ്റ്റൊക്കെ ഇതിന് ആവശ്യമാണ്. അങ്ങനെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ള കാര്യമാണ്. കൂടുതൽ നമ്മുടെ ഹെൽപ്പർ ഓഫീസിൽ ഒരാളും കൂടെ ഉണ്ട്. അവരും ഞാനും കൂടെയാണ് ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. ദെൻ വാവയെ നമ്മൾ വെൽക്കം ചെയ്യായിരുന്നു. അവർ പുറത്തുനിന്ന് വരികയായിരുന്നു. ദുബായിൽ നിന്ന് വന്നിട്ട് നേരെ പിറ്റേ ദിവസം തന്നെയാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയത്. സത്യം പറഞ്ഞാൽ ആളെ മേക്കപ്പ് ഒന്നും ചെയ്തിരുന്നില്ല. വളരെ ലൈറ്റായിട്ടൊരു ഡ്രസ്സിങ്ങിലാണ് ഓഫീസിലേക്ക് എത്തിയത്. സോ വാവയ്ക്ക് വേണ്ട സ്കേർട്ടും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും എല്ലാം ഞങ്ങളാണ് അറേഞ്ച് ചെയ്തത്. സോ ഞാൻ നോക്കുമ്പം ആളൊട്ടും മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് വളരെ കൂളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി വാവനെ ഇച്ചിരി ക്യൂട്ടാക്കാം. അപ്പോൾ ഞാൻ ബേബിയുടെ മമ്മിയോട് ചോദിച്ചു എങ്ങനെയാണ് ആൾ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇരുന്ന് തരുമൊക്കെ ചെയ്യും. ആൾക്കതൊക്കെ ഇഷ്ടമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പക്ഷേ നമ്മുടെ ഉള്ള ടൂൾസ് എല്ലാം എടുത്തുകൊണ്ട് ചെന്നപ്പോൾ തന്നെ ആൾ ഭയങ്കരമായിട്ട് കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ആൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹെയറൊക്കെ ഞാനൊന്ന് ചെയ്യൊക്കെ ഒതുക്കി, അതിനുശേഷം ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്ത് ഐലൈനറൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടെടുത്തപ്പം ആൾ ഓക്കെ ആയിരുന്നു. ആൾ അതിന് വില്ലിങ് ആയിരുന്നു. ആൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോന്ന് കഴിയുമ്പോഴത്തേക്കും എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഓക്കെ ആണോ ആൻറ്റി, ഓക്കെ ആണോ ആൻറ്റി എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് എടുക്കുന്നതൊക്കെ ചെറിയ കുട്ടികളാണല്ലോ. അതായത് ന്യൂ ബോൺ ഷൂട്ടും അതുപോലെ തന്നെ ബേബി ഷൂട്ട്സും പ്രീ ബർത്ത്ഡേ ഒക്കെ ആണല്ലോ. അപ്പോൾ ഇയാളൊരു 4 ഇയർ ബേബി ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മളെ അടുത്ത് സഹകരിക്കാമെന്ന് എനിക്കും ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വിങ്സൊക്കെ ഇടിച്ച് ബേബീനെ ഞങ്ങൾ നമ്മുടെ സെറ്റിലേക്ക് കൊണ്ട് നിർത്തിയായിരുന്നു. ഓരോ ഷൂട്ട് എടുക്കുമ്പോഴും ആൾ ഓടി വരും. എന്നിട്ട് ആൻറ്റി എനിക്ക് ഫോട്ടോസ് ഒന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ആൾ ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്ത് അതിൽ ഏത് ഫോട്ടോയാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ആൾ പറയും. ഇത് ഓരോന്നും നോക്കിയിടുക, ഇങ്ങനെ കിടന്നിട്ടുള്ള ചിരിക്കുന്ന ഫോട്ടോയാണ് എനിക്ക് ഇഷ്ടമായെന്നാണ് എന്നോട് പറയുന്നത്. അങ്ങനെ ഓരോ ഫോട്ടോ ആൾ തന്നെ ചൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൽ ഓരോ ഫോട്ടോസും നമ്മൾ അവർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒപ്പം തന്നെ വാവയുടെ പാരൻസും ഹാപ്പി ആയിരുന്നു. എന്തായാലും ഫോട്ടോസൊക്കെ നമുക്ക് ഇതിൻ്റെ എൻഡോടുകൂടി കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.